ഭദ്രയുടെ മറ്റൊരു ഭാഗം ആണ് കേട്ടോ. എല്ലാവരും കേൾക്കണം. ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. 3 മാസം കഴിഞ്ഞപ്പോൾ ഭദ്ര കൃഷ്ണനെയും കൂട്ടി സുകുമാരൻ്റെ വീട്ടിലേക്ക് പോയി. സുകുമാരൻ ജോലിക്ക് പോയിരിക്കുകയായിരുന്നു. അച്ഛൻ കുഞ്ഞിനെ എടുത്ത് ലാളിച്ചുകൊണ്ട് മുറ്റത്ത് നടന്നു. സന്ധ്യയായപ്പോൾ ഭദ്ര കൃഷ്ണന് കുറുക്ക് കൊടുത്തുകൊണ്ട് ഉമ്മറത്തിരിക്കുകയായിരുന്നു. അപ്പോൾ കുഞ്ഞമ്മണി അവിടേക്ക് വന്നു. പിന്നെ കൃഷ്ണൻ്റെ കയ്യിൽ കിടന്നിരുന്ന സ്വർണ്ണവള പിടിച്ചു നോക്കിക്കൊണ്ട് പറഞ്ഞു, ഈ വള ഇവൻ്റെ കയ്യിൽ പാകമല്ലല്ലോ ഭദ്രേ, എന്തിനാ വെറുതെ ഇട്ടുകൊടുത്തത്? അപ്പോൾ ഭദ്ര പറഞ്ഞു, വീട്ടിൽ നിന്നും പോരുമ്പോൾ ഇട്ടുവെന്നേയുള്ളൂ, അഴിച്ചു വെക്കണം. കുറച്ചുകൂടി ഇവൻ വലുതായിട്ട് ഇട്ടുകൊടുക്കാം. അപ്പോൾ കുഞ്ഞമ്മണി കൃഷ്ണൻ്റെ കയ്യിൽ നിന്നും വളയൂരി എടുത്തുകൊണ്ട് പറഞ്ഞു, എന്തിനാ എടുത്തു വയ്ക്കുന്നത്? എൻ്റെ സംഗീതമോൾക്ക് ഈ വള ശരിക്കും പാകമായിരിക്കും. ഇത് ഞാൻ അവളുടെ കയ്യിൽ ഇട്ടുകൊടുക്കട്ടെ. ഭദ്രയുടെ മറുപടി കേൾക്കാൻ കാത്തു നിൽക്കാതെ കുഞ്ഞമ്മണി ആ വളയുമായി മുറിവിട്ടിറങ്ങി. അവർ വളയുമായി പോകുന്നതുകൊണ്ട് ഭദ്രയ്ക്ക് ദേഷ്യവും സങ്കടവും തോന്നി. തൻ്റെ അച്ഛൻ എത്ര കഷ്ടപ്പെട്ടാണ് ഈ വള മോന് വാങ്ങിക്കൊടുത്തത്. കുറേ കഴിഞ്ഞപ്പോൾ സുകുമാരൻ ജോലി കഴിഞ്ഞെത്തി. കൃഷ്ണൻ്റെ വള ഓപ്പോൾ എടുത്ത കാര്യം പറഞ്ഞപ്പോൾ സുകുമാരൻ പറഞ്ഞു, അത് നന്നായി. ആൺകുട്ടികൾക്കല്ലെങ്കിലും എന്തിനാ വള? അതൊക്കെ പെൺകുട്ടികളല്ലേ ഇടേണ്ടത്. സുകുമാരനോട് ഓപ്പോളെക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞാൽ ഒരു പ്രയോജനവുമില്ലെന്ന് ഭദ്രയ്ക്ക് അറിയാമായിരുന്നു. സുകുമാരൻ എപ്പോഴും ഓപ്പോളുടെ പക്ഷം പിടിച്ചേ സംസാരിക്കൂ. തൊട്ടതിനും പിടിച്ചതിനുമെല്ലാം കുഞ്ഞമ്മണിയും ശ്രീകുട്ടനും ഭദ്രയോട് പോരടിച്ച് വഴക്കുണ്ടാക്കിക്കൊണ്ടിരുന്നു. കൃഷ്ണന് കൊടുക്കാനായി വാങ്ങിവെച്ച കുറുക്ക് പൊടിയും പാലുമെല്ലാം കുഞ്ഞമ്മണി അവളുടെ മക്കൾക്ക് എടുത്തു കൊടുക്കും. സഹികെട്ട ഭദ്രയ്ക്ക് ആ നരകത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടാൽ മതിയെന്നായി. മാസങ്ങൾ പലതും കടന്നുപോയി. ഒരു ദിവസം കൃഷ്ണന് നല്ല പനിയുണ്ടായി. കിടക്കാൻ പോലും സമ്മതിക്കാതെ ഒരേ കരച്ചിൽ. കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടന്ന് ഭദ്രയുടെ കൈകൾ കഴച്ചു. സുകുമാരൻ ജോലി കഴിഞ്ഞ് വന്നപ്പോൾ ഭദ്ര പറഞ്ഞു, മോന് നല്ല പനിയുണ്ട്, ഡോക്ടറെ കാണിക്കണം. അത് കേട്ട് സുകുമാരൻ പറഞ്ഞു, ഇപ്പോൾ എൻ്റെ കയ്യിൽ രൂപയൊന്നുമില്ല, ഞാൻ ഓപ്പോളോട് ചോദിക്കട്ടെ. അങ്ങനെ പറഞ്ഞ് അയാൾ ഓപ്പോളുടെ അടുത്തേക്ക് പോയി. എന്നിട്ട് പറഞ്ഞു, ഓപ്പോളെ, കൃഷ്ണന് പനിയുണ്ടെന്ന് ഭദ്ര പറഞ്ഞു, എന്താ ചെയ്യണ്ടേ? അത് കേട്ട് ഓപ്പോൾ പറഞ്ഞു, എൻ്റെ കയ്യിൽ രൂപയൊന്നുമില്ല, ഇപ്പോൾ ഡോക്ടറെ കാണിക്കാനൊന്നും പോകണ്ട. നീ മെഡിക്കൽ സ്റ്റോറിൽ ചെന്ന് വിവരം പറഞ്ഞ് എന്തെങ്കിലും മരുന്ന് വാങ്ങി കൊടുത്താൽ മതി, അത് മാറിക്കോളും. സുകുമാരൻ ഉടനെ പുറത്തേക്ക് പോയി. കുറേ കഴിഞ്ഞപ്പോൾ ഒരു കുപ്പിയിൽ കുറച്ച് മരുന്നുമായി അയാൾ എത്തി. ഭദ്ര ആ മരുന്നിൽ നിന്ന് കുറച്ചെടുത്ത് കുഞ്ഞിന് നൽകി. കുറച്ച് നേരത്തേക്ക് അവൻ ഉറങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ ഉണർന്ന് വീണ്ടും കരയാൻ തുടങ്ങി. ഇതിനിടയിൽ സംഗീതമോളും എന്തിനോ വാശി പിടിച്ച് കരയുന്നുണ്ടായിരുന്നു. അവളുടെ കരച്ചിൽ കേട്ട് സുകുമാരൻ എഴുന്നേറ്റ് പോയി. പിന്നെ അവളെ എടുത്ത് തോളിലിട്ട് താരാട്ട് പാടിക്കൊണ്ട് മുറ്റത്തു നടന്നു. അത് കണ്ട് ഭദ്രയ്ക്ക് സങ്കടമായി. സ്വന്തം കുഞ്ഞ് പനിച്ച് കരയുകയാണെന്ന വിചാരമില്ല. ഇവനെ ഒന്ന് എടുത്തിരുന്നുവെങ്കിൽ അല്പസമയമെങ്കിലും തനിക്ക് കിടക്കാമായിരുന്നു. കുറേ കഴിഞ്ഞപ്പോൾ സംഗീതമോൾ ഉറങ്ങി. സുകുമാരൻ അവളെ ഓപ്പോളുടെ അടുത്ത് കിടത്തിയിട്ട് സ്വന്തം മുറിയിൽ വന്ന് കിടന്നുറങ്ങി. ആ രാത്രി മുഴുവൻ ഭദ്ര കൃഷ്ണനെ എടുത്ത് നടക്കുകയായിരുന്നു. പിറ്റേന്ന് രാവിലെ സുകുമാരൻ പാടത്തു പണി കഴിഞ്ഞ് ജോലിക്ക് പോയി. കൃഷ്ണന് അപ്പോഴും പനി കുറവില്ലായിരുന്നു. ഭദ്ര സുകുമാരൻ്റെ അച്ഛനോട് വിവരം പറഞ്ഞു. അയാൾ ഉടനെ കുഞ്ഞിനെയും കൊണ്ട് ഡോക്ടറെ കാണിക്കാൻ പോയി. കുറേ കഴിഞ്ഞപ്പോൾ കുഞ്ഞിനെ ഡോക്ടറെ കാണിച്ച് തിരിച്ചു വന്നു. അച്ഛൻ കൃഷ്ണനെ ഭദ്രയുടെ കയ്യിൽ കൊടുത്തിട്ട് പറഞ്ഞു, മോളെ, ഇവന് പാല് കൊടുക്ക്. വഴിനീളെ കരയുകയായിരുന്നു. പനി വല്ലാതെ കൂടിയതിനാൽ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മരുന്ന് കൊടുത്താൽ മതി, മാറിക്കോളും. വൈകുന്നേരമായപ്പോഴേക്കും കൃഷ്ണൻ്റെ പനി നല്ലപോലെ കുറഞ്ഞു. അവൻ കളിക്കാനും തുടങ്ങി. കുറേ കഴിഞ്ഞപ്പോൾ സുകുമാരൻ ജോലി കഴിഞ്ഞെത്തി. രാവിലെ കുഞ്ഞിനെ ഡോക്ടറെ കാണിക്കാതെ ജോലിക്ക് പോയതിന് അച്ഛൻ സുകുമാരനെ കുറേ വഴക്കു പറഞ്ഞു. അയാൾ മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരുന്നു. 2 വർഷം വളരെ വേഗം കടന്നുപോയി. ഭദ്ര വീണ്ടും ഗർഭിണിയായി. കൃഷ്ണൻ്റെ പേരിടൽ ചടങ്ങിന് സമ്മാനമായി കിട്ടിയ ഒരു മോതിരം ഭദ്ര കൃഷ്ണൻ്റെ വിരലിൽ ഇട്ടുകൊടുത്തിരുന്നു. ഒരു ദിവസം മുറ്റത്തെ കളിയൊക്കെ കഴിഞ്ഞ് കൃഷ്ണൻ ഭദ്രയുടെ അടുത്ത് ഓടിയെത്തി. പിന്നെ കുഞ്ഞുവിരൽ ഉയർത്തിക്കാട്ടി എന്തോ പറയുന്നുണ്ടായിരുന്നു. കാര്യം എന്താണെന്ന് ഭദ്രയ്ക്ക് മുഴുവൻ മനസ്സിലായില്ല. സന്ധ്യയായപ്പോൾ ഭദ്ര അവനെ കുളിപ്പിക്കാനായി കൊണ്ടുപോയി. കുഞ്ഞു കൈകളിൽ സോപ്പ് തേക്കുമ്പോഴാണ് ഭദ്ര അത് ശ്രദ്ധിച്ചത്. കൃഷ്ണൻ്റെ വിരലിൽ കിടന്ന മോതിരം കാണാനില്ല. അവൾ ഉടനെ കൃഷ്ണൻ കളിച്ചിരുന്ന സ്ഥലമൊക്കെ അരിച്ചു പെറുക്കി നോക്കി. എങ്ങും കാണാനില്ലായിരുന്നു. അവൾക്കാകെ വിഷമമായി. ഭദ്ര കൃഷ്ണനോട് പല തവണ ചോദിച്ചു, മോതിരം എവിടെയാണെന്ന്. കൃഷ്ണൻ അല്പസമയം എന്തോ ഓർത്തു. പിന്നെ പറഞ്ഞു, ആ മോതിരം അമ്മായി എടുത്തു എന്ന്. ഭദ്ര പിന്നെ ഒന്നും പറഞ്ഞില്ല. ഓപ്പോളോട് ചോദിച്ചാലും പ്രയോജനമൊന്നുമില്ലെന്ന് അവൾക്കറിയാമായിരുന്നു. അടുത്ത ഭാഗം നാളെ പറയാം കേട്ടോ.